ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ RSSും BJPയും ലക്ഷ്യമിടുന്നുവെന്ന് CPIM സംസ്ഥാന സമിതി അംഗം M. വിജയകുമാർ. വർഗീയ ശക്തികളെ ഒറ്റപ്പെടുത്തി മികച്ച മുന്നേറ്റം നടത്താൻ CPIMന് കഴിയണമെന്നും M. വിജയകുമാർ. CPIM കാട്ടാക്കട ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം വളാഞ്ചേരിയിൽ CPIM ഏരിയ സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം VP സാനു ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനം CPIM കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം ജേക്ക് സി തോമസ് ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ ഭാഗമായി ഫുട്ബോൾ ടൂർണമെന്റ്, മെഡിക്കൽ ക്യാമ്പുകൾ, സെമിനാർ എന്നിവ സംഘടിപ്പിക്കും. പാലക്കാട് ചാലിശ്ശേരി പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ 10-ന്. തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന AV സന്ധ്യ രാജിവെച്ച ഒഴിവിൽ. സീറ്റ് നില തുല്യമായതിനാൽ UDF LDF മുന്നണികൾക്ക് നിർണായകം. തൃശൂർ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 41-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ 10-ന്. BJP കൗൺസിലർ അഡ്വക്കേറ്റ് TD വെങ്കടേശ്വരൻ രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട്. മുന്നറിയിപ്പ് തെക്കൻ തമിഴ്നാടിനും ലക്ഷദ്വീപിനും മുകളിൽ ചക്രവാത ചുഴികൾ രൂപപ്പെട്ട സാഹചര്യത്തിൽ. കൊല്ലം ശാസ്താംകോട്ടയിൽ 12 കിലോ നിരോധിത പുകയിലെയും 4 പാക്കറ്റ് കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് പശ്ചിമബംഗാൾ സ്വദേശി മിഖായൽ ഷെയ്ഖ്. പുകയിലെ ഉത്പന്നങ്ങൾ പിടികൂടിയത് പ്രതിയുടെ താമസ സ്ഥലത്തു നിന്ന്. തൃശൂർ പുത്തൻപീടികയിൽ വീട് കയറി ആക്രമണമുണ്ടായത് കിഴക്കേയങ്ങാടി സ്വദേശി തോമസിന്റെ വീടിന് നേരെ. വീടിന്റെ മതിലിലെ ലൈറ്റുകളും സൈക്കിളും നശിപ്പിച്ചു. തലയ്ക്ക് പരിക്കേറ്റ തോമസ് ആശുപത്രിയിൽ ചികിത്സയിൽ. തൃശൂർ പാർലിക്കാട് ബൈപ്പാസിൽ വാഹനാപകടം. തൃശൂർ മാർക്കറ്റിൽ നിന്നും വന്ന ഓട്ടോയിൽ എതിരെ വന്ന ടൂറിസ്റ്റ് ബസ് ഇടിച്ചു. ഓട്ടോ ഡ്രൈവർ ചേക്കര സ്വദേശി ഹനീഫയ്ക്ക് പരിക്കേറ്റു. മലപ്പുറം വെട്ടിച്ചിറ ചുങ്കം റോഡിൽ കാർ ഡിവൈഡറിൽ ഇടിച്ച അപകടം. 2 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് പുത്തനത്താണി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ. തൃശൂർ കൊടുങ്ങല്ലൂരിൽ വാട്ടർ അതോറിറ്റിക്കെതിരെ വ്യത്യസ്ത പ്രതിഷേധവുമായി നാട്ടുകാർ. ഇടവലെങ്കിൽ പതിവായ റോഡ് കുഴിക്കുന്ന നടപടിക്കെതിരെ വാഴ നട്ട് പ്രതിഷേധം. പ്രതിഷേധം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ കുഴിമൂടി വാട്ടർ അതോറിറ്റി. ആലപ്പുഴ തഴക്കര പഞ്ചായത്ത് മാലിന്യമുക്തമാക്കാൻ മുന്നിട്ടിറങ്ങി കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സഹായത്തോടെ വീടുകളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു. കൊല്ലം ശൂരനാട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ കയ്പമംഗലം ചളിങ്ങാട് ബോയ്സ് ഓൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചിത്രരചനാ മത്സര വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. പരിപാടി E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വളാഞ്ചേരി NMMS മാതൃകാ പരീക്ഷയും പരിശീലനവും സംഘടിപ്പിച്ചു. പരീക്ഷ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെയും വളാഞ്ചേരി ആറ്റം അക്കാദമിയുടെയും ആഭിമുഖ്യത്തിൽ. പരിശീലനത്തിൽ പങ്കെടുത്തത് 500ഓളം വിദ്യാർത്ഥികൾ. ആലപ്പുഴ അമ്പലപ്പുഴയിൽ H. സലാം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ലാപ്ടോപ്പുകളും പ്രൊജക്ടറുകളും വിതരണം ചെയ്തു. ഗവൺമെന്റ് JB സ്കൂളിനാണ് 1.5 ലക്ഷം രൂപ ചെലവിൽ ലാപ്ടോപ്പുകളും പ്രൊജക്ടറും നൽകിയത്. പരിപാടി H. സലാം MLA ഉദ്ഘാടനം ചെയ്തു.